നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഇത്തവണയും ഓണത്തിന് മഞ്ഞക്കാർഡ് ഉടമകളായ 6 ലക്ഷം കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു. മാടക്കത്ര ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചെറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഭാഗവത സപ്താഹ യജ്ഞത്തിൽ രുക്മിണി സ്വയംവരം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. വിപ്ലവ സൂര്യനെ വിട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. 3:20 മരണം. ഹൃദയാഘാതത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നിരവധി പാർട്ടി പ്രവർത്തകരും അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ആശുപത്രിയിലുണ്ട്. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. ചൊവ്വാഴ്ച 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് റോഡ് മാർഗം വിലാപയാത്ര ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആരംഭിക്കും. 6 ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് സൗജന്യം. ഇത്തവണയും ഓണത്തിന് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മഞ്ഞ റേഷൻ കാർഡുകളുള്ള 6 ലക്ഷം കുടുംബങ്ങൾക്ക് 15 ചിഹ്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും. ക്ഷേമസ്ഥാപനങ്ങളിലെ 4 അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും. കിറ്റിൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1/2 കിലോ പഞ്ചസാര, ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, മിൽമ നെയ്, കശുവണ്ടി പരിപ്പ്, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ്, തുണിസഞ്ചി എന്നിവയുണ്ടാകും. കൂടാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും ലഭ്യമാക്കും. നീല കാർഡുകാർക്ക് 10 കിലോയും വെള്ള കാർഡുകാർക്ക് 15 കിലോയും അരി 10.90 രൂപ നിരക്കിൽ നൽകും. ഇത് ഏകദേശം 53 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും. 94 ലക്ഷം കാർഡുകാർക്ക് 10 കിലോ കെ റൈസ് 25 രൂപ നിരക്കിൽ ലഭിക്കും. നിലവിൽ 29 രൂപയ്ക്ക് നൽകുന്ന അരിയാണിത്. പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മാടക്കത്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്ര മണ്ഡലത്തിൽ നിന്ന് 2024-2025 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മാടക്കത്ര മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ ധനിഷ് കെ ദാസ് അധ്യക്ഷത വഹിച്ച പ്രതിഭാ സംഗമം മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ നൌഷാദ് മാസ്റ്റർ പുത്തൻ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ക്ലാസ് നയിച്ചു. KPCC വിചാർ വിഭാഗ് ഉപാധ്യക്ഷൻ ഡോക്ടർ മനോജ് പുഷ്കർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം LC സ്വാഗതം ആശംസിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ നന്ദി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിബിൻ, ക്രിസ്റ്റി ബിജു, വിശ്വജിത്ത്, മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്തോ വലിയൊരു വീർപ്പുമുട്ടലിരിക്കുന്ന പോലെയാണ്. ആരുടെ മുഖത്തൊരു തെളിച്ചം കാണാനില്ല. കുറെ നേരമായി ഇരിക്കുന്നത് കൊണ്ടാണോ അത് എവിടെയുള്ള എല്ലാ നേതാക്കന്മാരും പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കേണ്ടി വരുമെന്നുള്ള ഭയത്താലാണോ എന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് ഒരു വോൾട്ടേജ് കാണാനില്ല. ഇങ്ങനെ നിങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ആദരിക്കാൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാവുമ്പോൾ അതിന് പുറകിൽ ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ഒരു മൊമെന്റ് നൽകി നിങ്ങളെ ആദരിക്കുക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച നമ്മുടെ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരു ചടങ്ങാണ്. ഇങ്ങനൊരു നല്ല ചടങ്ങിന് നേതൃത്വം കൊടുത്ത മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ധനേഷ് ദാസ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യണം. നമ്മുടെ മക്കൾ എല്ലാവരും ഉത്സാഹമായിട്ട് കൈയടിച്ച് ഓരോ അയ്യോ ഒരു ജീവനുള്ള കൈയടി എവിടെ.
വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാളെ മികച്ച വ്യക്തിയാക്കി മാറ്റുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ. അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് അത്തരം സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യമാണ്. മാക്സിമം വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾ ശ്രമിക്കണം. രക്ഷിതാക്കളെ സംബന്ധിച്ച് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സമ്പാദ്യമുണ്ടെങ്കിലും എന്ത് കരുതലുണ്ടെങ്കിലും, ഇനി ഇതൊന്നുമില്ല ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചാൽ മറ്റെല്ലാം തനിയെ വന്നു ചേരും, ഒരു സംശയം വേണ്ട. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ശ്രീ AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയം. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദത്തിൽ എത്തിയതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ മുക്കാട്ടുകരയിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും കോച്ചാട്ടിൽ അപ്പു നായർ എന്ന ഭാസ്കരൻ നായർ വിദ്യാഭ്യാസ പുരസ്കാരവും തരകത്ത് ചന്ദ്രിക മെമ്മോറിയൽ എക്സലൻസി അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മുതിർന്ന നേതാവ് CG സുബ്രഹ്മണ്യന്റെ വസതിയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മഹനീയ സംഗമത്തിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് K. നായർ മുഖ്യാതിഥിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. വിൽബിൻ വിൻസെന്റ്, നിതിൻ ജോസ്, KK ആന്റോ, CG സുബ്രഹ്മണ്യൻ, T. വേണുഗോപാൽ, ബേബി ജോസഫ് പുലിക്കോട്ടിൽ, PA ജോസഫ്, സീതക്കുട്ടി തരകത്ത്, പ്രഭാകരൻ വള്ളൂർ, ശശി നെട്ടിശ്ശേരി, അന്നം ജേക്കബ്, ബാസ്റ്റിൻ ജോബി തട്ടിൽ, ചന്ദ്രൻ കൊച്ചാട്ടിൽ, ഉദയകുമാർ, ശരത് ദേവരാജൻ, VL വർഗീസ്, രാജൻ കാൽവരി, മോഹൻദാസ് നെല്ലിപ്പറമ്പിൽ, ഭാഗ്യലക്ഷ്മി, ഉഷ മുകുന്ദൻ, ജോൺസൺ പാലക്കൽ, KA ബാബു, ബേബി പെട്ടിക്കൽ, ഉഷ ഡേവിസ്, സ്മിത ബിജു, CD റാഫി, വിൽസൺ എടക്കളത്തൂർ, ജോസ് വടക്കൻ, TA ജോൺ, സുനിൽ കുമാർ, സതീശൻ മാരാർ, CA വിൽസൺ, CB വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ഒരു വേദിയിൽ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. കാരണം ഞാനെല്ലാം വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വേദിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ +1 +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ഫുൾ A+ ഒക്കെ മേടിച്ച് നമ്മുടെ നാട്ടിലത്തെ ചേട്ടന്മാരെ ക്ലബ്ബുകളിൽ നിന്നൊക്കെ അവാർഡ് വാങ്ങുന്നു. പക്ഷെ ദൈവം സഹായിച്ച അതിനുള്ള യോഗം എനിക്കുണ്ടായില്ല. അപ്പോൾ നിങ്ങളെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ അസൂയ തോന്നുകയാണ് നിങ്ങളോടൊക്കെ. ഇത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു വിജയം നേടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയിൽ വിജയിച്ച് ആ വിജയികളായി വന്നിരിക്കുമ്പോൾ നിങ്ങളെല്ലാം അഭിനന്ദിക്കാൻ ഇത്തരത്തിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മറ്റ് നാട്ടിലെ പ്രിയപ്പെട്ടവരും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം അഭിവാദ്യം അർപ്പിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇനി തുടർന്നുള്ള ഒരു ജീവിതയാത്രയിൽ നിങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇപ്പൊ നമുക്കിന്ന് ഇങ്ങനൊരു വേദി ഇവിടെ സാധ്യമായത് പ്രിയങ്കരനായ രാജ്യത്തിന്റെ രാഷ്ട്രപതി പ്രിയങ്കരനായ മഹാത്മാവ് ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 100ാം ജന്മദിനത്തിലാണ്. പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി പ്രസിഡന്റായതിന്റെ 100ാം വാർഷികത്തിലാണ് ഇത്തരത്തിൽ രാജ്യമൊട്ടാകെയുള്ള ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കൂടുകയും ബൂത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യവും സംസ്ഥാനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ദിനം പ്രതി ദോഷകരമായ രീതിയിലാണ് നമ്മുടെ എല്ലാം മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ നമുക്കറിയാം, സുമേഷടക്കം ഇന്നലെ വരെ സമരത്തിന്റെ നേതൃത്വത്തിൽ നിന്നിരുന്നതാണ്. രാജ്യവും സംസ്ഥാനവും എത്തരത്തിലാണോ ഒരു ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഭരണം ഉണ്ടാവാൻ പാടില്ലാത്തത്, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ഉടുക്കുന്ന വസ്ത്രത്തിന്റെയും പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട, അതിനുവേണ്ട നേതൃത്വം നൽകേണ്ട, അതിനുള്ള ഉത്തരവാദിത്വം വഹിക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ആ ഒരു വിഭജന രാഷ്ട്രീയത്തിലൂടെ, ആ ഒരു വിഘടനവാദ രാഷ്ട്രീയത്തിലൂടെ തങ്ങൾക്ക് അധികാരം കൈയാളുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു അധികാരം കൈയാളാൻ വേണ്ടിയുള്ള മാർഗമായി മാത്രം ഈ രാജ്യത്തെ ജനങ്ങളെ വിഘടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടും കേട്ടും പഠിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു.
പ്രകൃതിയെ അറിഞ്ഞ് കളക്ടറും സംഘവും ഇരുനിലക്കോട് കൂട്ടയോട്ടം നടത്തി. എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുടെ കായികക്ഷമതയും ആരോഗ്യശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരണത്തിനുമായി ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ കളക്ടറും സ്പോർട്സ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന കൂട്ടയോട്ടത്തിന്റെ 2ാം അധ്യായം ഇരുനിലംകോട് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് 10 കിലോമീറ്റർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസം വരന്തരപ്പിള്ളി പാലപ്പിള്ളിയിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. മാസ് ക്ലബ് ഇരുനിലംകോടിന്റെ പങ്കാളിത്തത്തോടെ മുള്ളൂർക്കര പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കണ്ണമ്പാറ വെള്ളച്ചാട്ടം വഴി അകമല ഫോറസ്റ്റ് ഓഫീസ് വരെ പോയി അതേ റൂട്ടിൽ തിരിച്ചുവന്ന് ചെക്ക് ഡാം പരിസരം പാറ എന്നീ വഴികളിലൂടെ ഇരുനിലംകോട് ക്ഷേത്ര മൈതാനത്ത് അവസാനിക്കുന്ന രീതിയിൽ 10 കിലോമീറ്റർ ട്രെയിൽ റണ്ണായിരുന്നു നടത്തിയത്. അമ്മമാരെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 2 കിലോമീറ്റർ ഫൺ റണ്ണും ഇതിന്റെ ഭാഗമായി നടത്തി. പ്രകൃതിയെ അറിയുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മൺസൂൺ ട്രെയിൽ റണ്ണിൽ 100ഓളം പേരും ഫൺ റണ്ണിൽ 50ഓളം പേരും പങ്കെടുത്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുഖ്യാതിഥിയായി. ക്രച്ചസി റണ്ണിൽ പങ്കെടുത്ത വിനോദ് തുടങ്ങിയവർ ഉപഹാരം ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, മാസ് ക്ലബ് പ്രസിഡന്റ് പ്രണവ്, ട്രഷറർ സുബീൻ, EAT ക്ലബ് സെക്രട്ടറി റീമോൻ ആന്റണി, EAT അംഗം KB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വേദ ഗ്രൂപ്പ് ഇരുനിലംകോട്, മെഡ്സ്റ്റാർ മുള്ളൂർക്കരയും ട്രെയിൽ റണ്ണിൽ സഹകരിച്ചു. ചറക്കക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമന്ത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസം രുക്മിണി സ്വയംവരമായിരുന്നു പ്രധാന ചടങ്ങ്. ശ്രീ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിയ ശേഷം രുക്മിണി സ്വയംവരം, ലക്ഷ്മി നാരായണ പൂജ, നിറപ്പറ സമർപ്പണം, പ്രസാദ ഊട്ട് തുടങ്ങിയവ ഉണ്ടായി. 5:20 സർവൈശ്വര്യ പൂജയും ഭഗവതി സേവ, ശ്രീ ചക്രപൂജ എന്നിവയും വൈകിട്ട് 7 ദീപാരാധന, ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതമാന അർച്ചനയും 9 മംഗളരതിയും ഉണ്ടാകും. ബ്രഹ്മചര്യാശ്രമത്തെ കൈവിട്ടും പരബ്രഹ്മചിന്തയും ദീക്ഷിച്ചേണ്ടോ ദുഷ്ടങ്ങൾ മധ്യനല്ലെന്ന കുറച്ചു സങ്കീർത്തന മുക്തനവാണ്ടം കൃഷ്ണരാമ പാട്ടിലെന്നു നടന്നു പാർട്ടികാരങ്ങള ആശ്രമിച്ചെന്നു കടിച്ചിടുന്നില്ലാതിന് കൃഷ്ണരാമാകരെ 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 കൃഷ്ണവംശോധവ കൈതൊഴുന്നേ. ജീവനെടുക്കുന്ന കുഴികൾക്കെതിരെ BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറേമക്കാവ് അമ്പലത്തിനു മുൻപിൽ നടന്ന പ്രതിഷേധ സമരം BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, ജില്ലാ സെക്രട്ടറിമാരായ മുരളി കോളങ്കാട്, വിൻഷി അരുൺകുമാർ, സുധീർ, മുൻ കൌൺസിലർ KK മഹേഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ദേവസ്വം പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ് PT സ്വാഗതവും പ്രിയ അനിൽ നന്ദിയും പറഞ്ഞു. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളെ നവീകരിക്കുന്നതിൽ പരാജയപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ 100 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി BJP കോർപ്പറേഷൻ കമ്മിറ്റി. നഗരത്തിലെ തകർന്ന റോഡുകൾ എത്രയും വേഗം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ നേതൃത്വം നൽകി.
ജീവനെടുക്കുന്ന കുഴികൾക്ക് മുൻപിൽ നടന്ന സമരത്തിന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V. ആതിര, പൂർണിമ സുരേഷ്, സുജയ് സേനൻ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തോയ്ക്കാവ്, സൗമ്യ സലഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, ജില്ലാ ട്രഷറർ വിജയൻ പ്രമോദ്, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, ജില്ലാ സെക്രട്ടറിമാരായ നിജി KG, പ്രവീൺ PB, മുരളി കോളങ്ങാട്, വിൻഷി അരുൺ, റോഷൻ NR, MS സമ്പൂർണ, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C. മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, അശ്വിൻ വാര്യർ, NK സുധീർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുയിട ജനകീയ ശുചീകരണ പ്രവർത്തനം എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച നടത്തേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ആയതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസും ഓഫീസ് പരിസരവും പൊതുയിടവും ശുചീകരിച്ചു. ബഹുമാനപ്പെട്ട മാടക്കിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ അവറുകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. തൃശൂർ നഗരഹൃദയത്തിൽ ശക്തൻ സ്റ്റാൻഡിനടുത്ത് കണ്ണൻകുളകരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന മുന്തി ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന 3.500 കിലോ കഞ്ചാവ് ദിവസങ്ങളോളം നിരീക്ഷിച്ച് ഇന്നേ ദിവസം അതിസാഹസികമായി ഒഡീഷ സ്വദേശി രാമബഹദൂർ നായിക് മകൻ മണി നായിക് എന്നയാളുടെ കയ്യിൽ നിന്നും പിടികൂടി. നാട്ടുകാരുടെ സഹകരണം കൊണ്ട് കുഞ്ഞുമക്കളുടെയും വിദ്യാർത്ഥികളുടെയും അവസ്ഥ കണക്കിലെടുത്ത് ബോധവാന്മാരായി കൂടെ നിന്നിട്ടുള്ളതാണ്. ഇവിടെ രാത്രികാലങ്ങളിൽ നിരവധി യുവാക്കളും മറ്റും വരാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ, പ്രീ ഓഫീസർ TJ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ ഉമ്മർ, ഗിരീഷ്, ഇന്റലിജൻസ് ഓഫീസർമാരായ VM ജബ്ബാർ, KN സുരേഷ്, മധ്യമേഖല കമ്മീഷണർ സ്ക്വാഡ് അംഗം A മജീബ് റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ലത്തീഫ്, COO ഷാജിദ്,
അനൂപ് ദാസ് തുടങ്ങിയവരും കേസെടുത്ത സംഘത്തിലുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികളെ നിരീക്ഷണത്തിനായി ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ടാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബി പറഞ്ഞു. മേൽപ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയ ആളുകളെ കുറിച്ച് മൊബൈൽ കേന്ദ്രീകരിച്ച് തുടർ അന്വേഷണം നടത്തുന്നതാണ്. നാല് മരണങ്ങൾ സംഭവിച്ചിട്ടും അധികൃതർ തുടരുന്ന മൗനം ക്രൂരത. റോഡപകടങ്ങളും മരണങ്ങളും തുടർന്നിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെയും മേയറുടെയും മൗനം തികച്ചും ക്രൂരതയാണെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ മൂക്കിന് താഴെയാണ് ഏബൽ ചാക്കോ എന്ന യുവാവ് മരണപ്പെട്ടത്. നഗരത്തിൽ റോഡുകളെല്ലാം കുളമായി കിടക്കുകയാണ്. നാളുകളായി അപകട പരമ്പരയാണ്. മാസങ്ങളായി ജില്ലയിലെ ജനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ദേശീയ പാതകളും സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജനജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ്. നിരവധി സമരങ്ങളും നടന്നിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ പ്രശ്നം പരിഹരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അന്യായമാണ്. ഇനിയെങ്കിലും മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കുവാൻ അടിയന്തരമായി റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കും ഗതാഗത കുരുക്കിനുമെതിരെ ജില്ലാ വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃശൂർ പുഴയ്ക്കൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ നേതാക്കളായ A പ്രസാദ്, രാജൻ പല്ലൻ, സിജോ കടവിൽ, ബൈജു വർഗീസ്, രവി താണിക്കൽ, ഫ്രാൻസിസ് ചാലിശ്ശേരി, ജെലിൻ ജോൺ, ജേക്കബ് പുലിക്കോട്ടിൽ, ജോർജ് ചാണ്ടി, കൌൺസിലർമാരായ K രാമനാഥൻ, AK സുരേഷ് കുമാർ, ലാലി ജെയിംസ്, മേഫി ഡെൽസൺ, K സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരത്തിൽ തുടരുന്ന സമരപരമ്പരയിൽ നാളെ തൃശൂർ സൗത്ത് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ KSRTC സ്റ്റാൻഡ് പരിസരത്ത് സമരം നടത്തുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. ആശുപത്രികളെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന ആംബുലൻസുകളുടെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നോക്കണം. എത്രയോ സമയമാണ് ആംബുലൻസുകൾക്ക് കടന്നുപോകാൻ. സാധാരണ ഇത്തരത്തിലുള്ള ഒരു പാതയിൽ, ദേശീയ പാതയാകട്ടെ സംസ്ഥാന പാതയാകട്ടെ, ആ പാതകളിൽ അറ്റകുറ്റപ്പണികൾ വരുന്നത് സ്വാഭാവികമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയം സമാന്തരമായ പാതകൾ, ആ സമാന്തരമായ പാതകൾ ഗതാഗത യോഗ്യമാക്കി തുറന്നുവിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ നഗരത്തിൽ തൃശൂർ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഇന്നിവിടെ സംഭവിക്കുന്നത് സമാന്തരമായ എല്ലാ പാതകളും ഇതിന് സമാനമായ രീതിയിൽ പൊട്ടിത്തകർന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം ഏബൽ ചാക്കോലുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. ആ യുവാവ് ബൈക്കിൽ യാത്ര ചെയ്തു വരുമ്പോൾ ആ കുഴി, വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയുടെ ആഴം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ യുവാവ് അവിടെ എത്തിയപ്പോൾ വണ്ടി വെട്ടിച്ചത്. പിന്നാലെ വന്ന ബസ്സാണ് തിരിച്ചു കയറിയത്. ഒന്നാമതായിട്ട് അന്ന് ഗതാഗതം നിയന്ത്രിച്ച് ഈ വഴിയിൽ കൂടെ ബസ്സുകൾ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതിയിൽ വലിയ ബ്ലോക്കിനെ തുടർന്നാണ് ബസ്സുകൾ ഈ റൂട്ടിൽ കൂടെ സഞ്ചരിച്ചത്. അതിന്റെ പേരിൽ ഉണ്ടായത് ആ 34 വയസ്സെത്തിയ ആ ഏബൽ ചാക്കോ എന്ന് പറയുന്ന യുവാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ആരും ഇതിന് ഉത്തരവാദിത്വം പറയാനില്ല. ഈ ജില്ലയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 12 MLA-മാരും 2 മന്ത്രിമാരുമുണ്ട്. എല്ലാറ്റിനെയും കുറിച്ച് അഭിപ്രായം പറയുന്ന റവന്യൂ മന്ത്രിയും നമ്മുടെ ബിന്ദു മന്ത്രിക്കും ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ആ യുവാവിന്റെ വീടിനാണ് നഷ്ടപ്പെട്ടത്, ആ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. ഏറെ പ്രതീക്ഷകളായി ജീവിതം ആരംഭിച്ച ആ യുവാവിന്റെ ജീവിതം അവിടെ അവസാനിക്കുമ്പോൾ, ആ കുടുംബം അനാഥമാകുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രതിഭ 2025 രാജീവ് ഗാന്ധി യുവ പുരസ്കാരം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ ലിയോ രാജൻ അധ്യക്ഷത വഹിച്ചു. അനുമോദന സദസ്സ് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയറും DCC വൈസ് പ്രസിഡന്റുമായ IP പോൾ, കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് K തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. 100ഓളം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സിജോ സണ്ണി, KT എബ്രഹാം, സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ജെയ്കോ KK, ലിയാസ് ബാബു, ഷാഹിർ KM, ജിബി വേണുഗോപാൽ, ജെയ്ജോ ജോയ്, ക്രിസ്റ്റീന ലിജോ, വിന്നി വിൽസൺ,
ആൻ റോസ്, നിതിൻ കിഷോർ, ലിജോ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ കൈപ്പുസ്തക വിതരണം ജില്ലയിൽ പൂർത്തിയായി. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിൽ നന്മയുടെ നല്ല പാഠം നൽകുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ പുസ്തകം അധ്യാപകൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി തൃശൂർ ജില്ലയിൽ പൂർത്തിയായി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് തൃശൂർ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്നത്. സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, മിനി ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. PJ സ്റ്റൈജു പുസ്തക വിതരണാനുഭവം കുട്ടികളുമായി പങ്കുവച്ചു. വിദ്യാർത്ഥികളായ ഏഥൻ ജോയ്, അലീന ബെന്നി, ഇമാറോസ് KJ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം 33ാം ദിവസത്തേക്ക് കടന്നു. വെറ്ററിനറി സർവകലാശാല മുൻ മാനേജ്മെന്റ് കൌൺസിൽ അംഗവും കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ PM സുരേഷ് തിങ്കളാഴ്ചത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലയുടെ ഇന്നത്തെ വൈസ് ചാൻസലർ വെറ്ററിനറി സർവകലാശാലയിൽ നിന്നാണ് ഈ ജനാധിപത്യ ധ്വംസനം ആരംഭിച്ചതെന്ന് സുരേഷ് പറഞ്ഞു. കാർഷിക സർവകലാശാല ആക്ട് അനുസരിച്ച് ഒരു അധ്യാപകനായാൽ പോലും യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് വൈസ് ചാൻസലർ പദവി വഹിക്കുന്നതെന്ന് പെൻഷനേഴ്സ് ഫോറം നേതാക്കൾ പറഞ്ഞു. KVUEA പ്രഥമ ജനറൽ സെക്രട്ടറി V മോഹൻദാസ്, U രവിചന്ദ്രൻ, MM ബാബു, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷത വഹിച്ചു. KV നടരാജൻ, PP ഉണ്ണികൃഷ്ണൻ, NV പത്മാവതി, KU പാത്തുമ്മ, ഡോക്ടർ CS ഗോപകുമാർ, ഡോക്ടർ S എസ്റ്റിലിഡ, PM ശാരദ, PR ശിവശങ്കരൻ, NV ചന്ദ്രൻ, AN മോഹനൻ തുടങ്ങിയവർ സത്യാഗ്രഹത്തിനിരുന്നു. സ്വാനുഭവങ്ങളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളത് മാത്രമല്ല, സ്വയം പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അറിയാതെ പോകണ്ട. ഗുണകരമായി വരുന്നുണ്ടോ ദോഷകരമായി വരുന്നുണ്ടോ മറ്റുള്ളവർക്ക് എന്നുള്ളത് മാത്രമേ നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. അദ്ദേഹത്തിന് ഗുണമുണ്ടാവും ഇല്ലാന്ന് പറയുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഈ മുട്ടേണ്ട വാതിലുകൾ പലതും മുട്ടിയിട്ടും അദ്ദേഹം വരികയാണ് വെറ്ററിനറി സെക്രട്ടറി ആയിട്ട്. വെറ്ററിനറി സർവകലാശാലയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കാർഷിക സർവകലാശാലയുടെ സെക്രട്ടറി ആയ പോലെ തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ ആയി? അങ്ങനെയല്ലേ? അതന്നെയായിരുന്നു അവിടെയും കാഴ്ചപ്പാട്. നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ രണ്ടാമത്തെ ടേം ഇങ്ങനെയാവാം. അതിനെ പറ്റിയ ആൾക്കാരെ കണ്ടു, അതിനെ പറ്റിയ ആൾക്കാരെ കാണില്ല, അതിനെ പറ്റിയ ആൾക്കാരുണ്ട് കൂടെ. നമുക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് അതാണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെ ആരാണ് ഇയാൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പറയാതെ പറയാലോ. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. പുതുക്കാട് ബാറിൽ ടച്ചിങ്സ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തി. പുതുക്കാട് പൂക്കോട് മേഫെയർ ബാറിലാണ് സംഭവം. മേഫെയർ ബാർ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രൻ എന്ന 54-കാരനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അളഗപ്പ നഗർ സ്വദേശി 40 വയസ്സുള്ള സിജോ ജോണിനെ ഹേമചന്ദ്രനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ബാറിൽ മദ്യപിക്കുവാനെത്തിയ സിജോ ജോൺ കൂടുതൽ ടച്ചിങ്സ് ചോദിച്ചപ്പോൾ നൽകാത്തതിനെ ചൊല്ലി കൗണ്ടർ ജീവനക്കാരുമായി തർക്കമുണ്ടായി.
ബഹളം വെച്ച് ഇയാളെ ജീവനക്കാർ ബാറിൽ നിന്നും പുറത്താക്കി. ഈ വൈരാഗ്യത്തിലാണ് രാത്രി ബാർ അടയ്ക്കുന്ന സമയം വരെ കാത്തുനിന്ന സിജോ പുറത്തിറങ്ങിയ ഹേമചന്ദ്രനെ കഴുത്തിൽ കുത്തി ഓടിമറഞ്ഞത്. രാത്രി 11:30 ഹേമചന്ദ്രൻ ബാറിൽ നിന്നിറങ്ങി മുന്നിലുള്ള ഗേറ്റ് അടയ്ക്കുന്ന സമയത്താണ് മറഞ്ഞിരുന്ന സിജോ കഴുത്തിൽ കുത്തിയത്. 2 തവണ ഹേമചന്ദ്രനെ കുത്തേറ്റു. ഹേമചന്ദ്രനെ ഉടനെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പുതുക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ 2:30 പ്രതിയെ പിടികൂടിയത്. പറയുന്നത് അത് കഴിഞ്ഞ് അവൻ ഷോപ്പിൽ പോയി. പിന്നെ വണ്ടി എടുക്കാൻ വന്നു. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയപ്പോൾ അത് ഒക്കെ വെല്ലുവിളിച്ചാണ് ഓടിക്കൊണ്ട് പോയതാണ്. പിന്നെ വൈകിട്ട് വന്നതിൻ്റെ ആള് വേറൊരു വേഷം ഈ തലയിൽ കെട്ടും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പം ഷാഫിനെ ആർക്കും ആളെ മനസ്സിലായില്ല. ഇതിനെ നടക്കേണ്ടത് തോന്നി. 10 ചായക്കടക്കാർ പറഞ്ഞു 10 മണി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഇതിനെ നടക്കുകയായിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ ആള് ലാസ്റ്റ് വെള്ളം എടുക്കാൻ വന്നതാണ് ആള് ഹേമേന്ദ്രൻ. അപ്പം ഗേറ്റ് കടക്കുന്നതോടുകൂടെ കുത്തിയിരിക്കുന്നത്. കാരണം ആളുടെ കയ്യിൽ നിന്ന് കുപ്പി വീക്കി കളഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണു. അപ്പം ഞാൻ ഈ ഗ്ലാസ് തുറന്ന് റിസപ്ഷനിലെ ഡോർ തുറന്ന് ചെന്ന് അധികം പിടിച്ചുകൊണ്ടിരുന്ന് ഇവിടെ ഇരിക്കാൻ ഇരുന്നില്ല. ആള് സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞ ആള് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ ആളെൻ്റെ കൂടെ തന്നെ ഈ രക്തം ഇങ്ങനെ. കോടികൾ തട്ടിയ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസ് എസ്പെയർ എഗ്രോ നിധി ലിമിറ്റഡ് മുഖ്യപ്രതി അടക്കം 3 പേർ റിമാൻഡിലേക്ക്. ഊരകത്തുള്ള എസ്പെയർ എഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജർമാരുമായ പ്രതികൾ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയിൽ നിന്നും 2022 ഫെബ്രുവരി 8 മുതൽ 2024 ഓഗസ്റ്റ് 4 വരെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന തുകയുടെ 12% പലിശയും നിക്ഷേപിക്കുന്ന പണത്തിന്റെ ലാഭവിഹിതവും കൂടി 1 ലക്ഷം രൂപയ്ക്ക് 3000 രൂപ വെച്ചും ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ചെമ്മാലിൽ വീട്ടിൽ വിവേക്, എടത്തുരുത്തി കൂട്ടമംഗലം സ്വദേശി മംഗലപ്പിള്ളി വീട്ടിൽ സഹീർ മജീദ്, പറപ്പൂക്കര മൂത്രത്തിക്കര സ്വദേശി മാരാശ്ശേരി വീട്ടിൽ സുരേഷ് വാസുദേവ് തുടങ്ങിയവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ SHO അരുൺ BKയും സംഘവും അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ SHO അരുൺ BK, SI സാലിം K, SI തോമസ് CM, CPO വിഷ്ണു തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് 2 പ്രതികളെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതികൾ റിമാൻഡിലേക്ക്. 2024 ഡിസംബർ 15 കൂളുമുട്ടം സ്വദേശിയായ വയോധികനെയും വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വിളിച്ച് മുംബൈ സലാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞ് ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 18.25 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന് മതിലകം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതികളായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശികളായ കൂന്നോത്ത് വീട്ടിൽ അർജുൻ, ചെമ്പകത്ത് വീട്ടിൽ ഷിദിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, SI അശ്വിൻ, ASI വഹാബ്, CPO ഷനിൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഇത്തവണയും ഓണത്തിന് മഞ്ഞക്കാർഡ് ഉടമകളായ 6 ലക്ഷം കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു. മാടക്കത്ര ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചെറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഭാഗവത സപ്താഹ യജ്ഞത്തിൽ രുക്മിണി സ്വയംവരം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.